नमो नमः ॐ विष्णुप्रियाय नमो नमः ॐ धनप्रदाय नमो नमः ॐ विश्वजनन्यै नमो नमः ॐ महालक्ष्मी नमो नमः ॐ विष्णुप्रिय. നമസ്കാരം, എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. എൻ്റെ വീടിൻ്റെ അടുത്ത് കള്ളാട്ടിലാണ്. ശ്രീ വിളയക്കാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ മണ്ഡലപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നവംബർ മാസത്തിലെ ആയില്യം നാളിൽ ആയില്യ പൂജ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ എല്ലാ മാസവും ആയില്യത്തിന് പൂജയും രാവിലെയൊക്കെ പൂജയൊക്കെ ഉണ്ടാവും. അതേ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ 500 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ ഒരു പഴയ എൻ്റെ അച്ഛനും മുത്തച്ഛനൊക്കെ പറഞ്ഞ അറിവാണുള്ളൂ. അന്ന് കിട്ടിയ ഒരു പഴയ ശില പീഠത്തിന്റെ എന്തോ ഒരു ഭാഗമായിട്ടാണ് കണ്ടത്. മുഴുവനായിട്ടില്ലായിരുന്നു. അത് വെച്ച് അന്ന് അവർക്കുള്ള കണക്കും കൊണ്ട് അവരുണ്ട് ശ്രീകോവിലൊക്കെ ഉണ്ടാക്കി അതിലൊരു പ്രതിഷ്ഠയൊക്കെ നടത്തിയാണ് പുതിയ ശ്രീകോവിലം പണത്. മെയിൻ പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. ഭദ്രകാളി, ഉപദേവന്മാരായിട്ട് ഗണപതി, ശാസ്താവ്, ദുർഗ, പിന്നെ സർപ്പത്തിന്റെ പ്രതിഷ്ഠ മെയിനായിട്ട് ഇവിടെ ഉള്ളത്. നല്ല ശക്തിയോടുകൂടിയിരിക്കുന്ന നാഗരാജാവും നാഗേശി അഖിലസർപ്പങ്ങളുമാണ്. അതാണ് ആയില്യത്തിന് തുടങ്ങാൻ ഒരു കാരണമായിരിക്കുന്നത്. അവിടെ ഒന്നുമില്ലാണ്ട് കിടന്ന ഒരു സ്ഥലത്ത് ഒരു പ്രതിഷ്ഠ നടത്തി, സർപ്പത്തിന്റെ പ്രതിഷ്ഠ നടത്തി. ഇപ്പൊ അവിടെ വലിയ വനം പോലെ ആവുകയും പള്ളിയും കാടും വളർന്നൊക്കെ നല്ല രീതിയിൽ അത് തന്ത്രി പറഞ്ഞു നിങ്ങൾ ആയില്യത്തിന്റെ പൂജ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് വൃശ്ചികമാസത്തിലെ ആയില്യത്തിന്റെ ആയില്യപൂജയായിട്ട് ഇന്ന് തുടങ്ങുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്നാലും പല കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആദ്യത്തെ തന്ത്രി ഒരു മണിക്കര് തിരുമേനിയായിരുന്നു. കുട്ടൻ തിരുമേനിന്റെ അച്ഛനൊക്കെ ആയിരുന്നു പൂജയൊക്കെ. ഇവർക്ക് വയ്യാണ്ടായി ചില പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പം മള്ളിയൂർ ക്ഷേത്രത്തിൽ തന്ത്രി മനയത്താറ്റ് ആര്യ നമ്പൂരിയാണ് ഇപ്പോൾ ഇവിടെ തന്ത്രി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പൊ ആയില്യ പൂജയൊക്കെ തുടങ്ങുന്നത്. ക്ഷേത്രത്തിലെ വിളയക്കാട് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പണ്ട് ഇതിലെ വഴി ഉണ്ടെങ്കിൽ പോലും ആരും നടക്കില്ല. അതൊരു പേടി സ്ഥലങ്ങളൊക്കെ പോലെയാണ്. എല്ലാവരും ഭയങ്കര ഭയപ്പാടൊക്കെ ആയിരുന്നു നടക്കുന്നത്. സർപ്പത്തിന്റെ പ്രതിഷ്ഠ നടത്താതെ ഇപ്പോൾ സർപ്പത്തിന്റെ ഉപദ്രവവും കാര്യങ്ങളായിട്ട് ഇതിൽ നടക്കുമ്പോൾ എപ്പോഴും പാമ്പിനെ കാണുകയും അങ്ങനെ പേടിയൊക്കെ ആയിട്ട് ആളുകൾക്ക് കൃഷി ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞിട്ട് സർപ്പത്തിനെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല. ഈ നാടിനാണെങ്കിലും നല്ല ഐറ്റും ഈരമ്പാറയ്ക്കും ഒക്കെ നല്ല കടകളും കാര്യങ്ങളും കവലയുടെ വിൽപ്പനമൊക്കെ നടത്തുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടിയാണ്. ഇപ്പൊ മണ്ഡലപൂജ 40 ദിവസത്തെ പൂജ നടക്കുന്നുണ്ട്. ഇവിടെ തിരുമേനിമാരായിരുന്നു ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവർക്കൊന്നും വരാൻ പറ്റാത്ത കാര്യത്തിൽ ഇപ്പൊ ശാന്തിയാണ് ഇപ്പൊ നടത്തി പൂജയൊക്കെ നടത്തുന്നത്. അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു ശാന്തിയാണ്. പുള്ളി വന്നിട്ട് പിന്നെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൃക്കാരൂരായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ്. തൃക്കാരൂർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടമശ്ശേരി മനക്കാരെയാണ്. കുട്ടമശ്ശേരി മന എന്ന് പറഞ്ഞാൽ അവർ ആലുകാരാണ്. ഇപ്പൊ തിരുമേനിമാരൊക്കെ അതിൽ പുരാണ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. പെരുമണ്ണൂർ വരെ ക്ഷേത്രങ്ങളായിരുന്നു. പുത്തൻശേരി വരെ, കള്ളാടുകാവ്, വിളയക്കാട് ഭഗവതി ക്ഷേത്രം, അങ്ങനെ അയ്യപ്പൻമുടി, അങ്ങനെ ക്ഷേത്രമൊക്കെ കുട്ടമശ്ശേരി മനക്കാരെയായിരുന്നു. മനയിലെ തിരുമേനിമാരിപ്പോ ആലുവ ഭാഗത്ത് ഉണ്ട്. അവരുടെ അനുഭവത്തോടുകൂടിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ അതിൽപ്പെട്ട കുറെ ബ്രാഹ്മണര് ഇവിടുന്ന് പോയിട്ട് തഞ്ചാവൂരുണ്ട്. ഒരു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ സ്വാമിയാണ് ഇപ്പൊ ഇതിന്റെ പ്രതിഷ്ഠ ഈ പുനരുദ്ധാരണത്തിന് പൈസയൊക്കെ മുടക്കിയിട്ട് ക്ഷേത്രം പണിയാനുള്ള പൈസ തരുന്നു. ഇപ്പോഴും അവരുടെ സഹകരണങ്ങളൊക്കെ ഉണ്ട്. അവര് വന്നാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും പറയുകയൊക്കെ ചെയ്തതാണ് ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഭംഗിയായിട്ട് കൊണ്ടുപോകണ കാര്യങ്ങളൊക്കെ പോണത്. നന്ദി, നമസ്കാരം. ശിവാഭരണം ഘോരരൂപം പഞ്ചഇന്ദ്രിയതാരകം നിത്യം ജാഗ്രസ്ഥിതേ നിഷ്ഠം നാഗനാഗം ആശ്രയേഹം നിത്യം ജാഗ്രസ്ഥിതേ നിഷ്ഠം നാഗനാഗം ആശ്രയേഹം നാഗനാഗം 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 ആശ്രയേഹം നാഗനാഗം നാഗനാഗം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് ഇരുമ്പാറ വിളക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഞാൻ കഴിഞ്ഞ വൃശ്ചികം മുതൽ, അതായത് 1 കൊല്ലക്കാലമായി ഇവിടെ ചാർജ് ചെയ്ത് മേൽശാന്തിയായി ഇവിടെ അമ്പലത്തിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഈ ക്ഷേത്രത്തിൽ മാസപൂജ, അതായത് മലയാള മാസം 1-ാം തീയതി രാവിലെയും വൈകുന്നേരവും പൂജയും, അതായത് വൃശ്ചിക മാസത്തെ ഈ ആയില്യത്തോടു കൂടി, അതായത് നവംബർ 22-ാം തീയതിയോടുകൂടി
നടത്തി വരുന്ന ഈ ആയില്യ പൂജയോടുകൂടി ഇനി എല്ലാ മാസവും നമുക്ക് ആയില്യ പൂജ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഭദ്രകാളിയും ഉപദേവതകളായി ഗണപതിയും ശാസ്താവും പിന്നെ വനദുർഗയാകുന്ന ദുർഗാദേവിയും പിന്നെ നാഗങ്ങളാകുന്ന നാഗരാജാവും നാഗയക്ഷിയും അഖില സർപ്പങ്ങളുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം വളരെ ഗംഭീരമായി നല്ല മികവോടുകൂടി തന്ത്ര നിശ്ചയിച്ച രീതിയിൽ തന്നെ നമ്മൾ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് രാവിലെ 5:30 നട തുറന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ 10:30 അമ്പലം അടക്കുകയും വൈകുന്നേരം 5:00 തുറന്ന് വൈകുന്നേരം 7:00 ദീപാരാധന കഴിഞ്ഞ് അത്താഴ പൂജയോടുകൂടി ക്ഷേത്രം അടയ്ക്കുകയും ചെയ്തു. ഇവിടെ പ്രധാനമായും ദേവിക്ക് നൽകുന്ന വഴിപാട് ധൃതി പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ ശർക്കര നിവേദ്യം, കടുംബായസം എന്നിവയാണ് ദേവിക്ക് ഇഷ്ട നിവേദ്യമായി നൽകുന്നത്. ഇഷ്ടകാര്യസിദ്ധിക്കായി നടത്തുന്ന ഈ വഴിപാടുകളെല്ലാം ഭക്തജനങ്ങൾക്ക് വളരെയധികം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നതാണ് ഇവിടുത്തെ ആ വഴിപാടിന്റെ പ്രാധാന്യം. അതുപോലെ തന്നെ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ നാട്ടുകാർക്കും ഉള്ളതായി ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ കണ്ടു തൊഴാനായി എല്ലാ മാസവും ഇവിടുത്തെ ഭക്തജനങ്ങൾ എത്തുകയും അവർക്ക് അതിലെ വളരെ വിശ്വാസമാകുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യും. നമുക്ക് അതുപോലെ തന്നെ രാവിലെ ഗണപതി ഹോമം നടത്താറുണ്ട്. അതായത് രാവിലെ 7 മണിയോട് ആ ഗണപതി ഹോമം നടത്തി പിന്നെ ഉച്ചപൂജയോടുകൂടി ദേവിക്ക് നിവേദ്യങ്ങളെല്ലാം അർപ്പിച്ച് ദേവിക്ക് പൂജ നടത്തി 9:45 10 മണിയോടുകൂടി നടയടക്കും. അതുപോലെ ഇനി എല്ലാ മാസവും ആയില്യ പൂജയ്ക്ക് രാവിലെ പൂജ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ കീരുമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇവിടെ ഈ കാണുന്നതായ സെന്റ് സ്റ്റീഫൻ ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഇവിടെ ഞങ്ങളുടെ പൂർവികന്മാർ മുതൽ ഇവിടെ വന്ന് ആരാധിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടുത്തെ അമ്മ ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നട്ടിത്തരുന്ന ഒരു അമ്മയാണ് ഇവിടെ ഉള്ളത്. ഈ അമ്മയുടെ അടുത്ത് വന്നവരാരും വെറും കയ്യാലെ പോയിട്ടില്ല. അമ്മയെ പ്രതീക്ഷിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമുക്കത് ഉദ്ദിഷ്ട കാര്യം നടന്നിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഭാരവാഹിയായ ബാലൻ എല്ലാവരെയും സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് നമ്മളിവിടെ കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തുകയും ഓരോ പൂജകളും ഓരോ വഴിപാടുകളും എല്ലാം പറഞ്ഞു കൊടുത്ത് ആ ബാലനെ കൊണ്ട് സഹായിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്ത് ഈ അമ്മ നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരുന്നുണ്ട്. ഞങ്ങളിവിടെ വർഷങ്ങളായി ഇവിടെ ഈ കാവുമായിട്ട് നല്ലൊരു സമ്പർക്കത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. ഇവിടെ ഇത് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഈ സ്കൂളിൽ ഓടിക്കളിച്ചിരുന്ന സമയത്ത് പല പ്രാവശ്യങ്ങളിലും അന്ന് ഇത്രയും ജനസംഖ്യകൾ ഇവിടെ ഈ കീരുമ്പാറ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കീരുമ്പാറ കരയിലില്ലായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ റോഡ് സൗകര്യങ്ങളും ഈ അമ്മ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ കീരുമ്പാറയുടെ ഒരു വിളക്കാണ് ഞങ്ങളുടെ ഭഗവതി. ഇവിടെ വന്ന് തൊഴുന്നു പോകുന്നതായ ഇവിടെ പഠിക്കുന്നതായ കുഞ്ഞുങ്ങളെ എല്ലാം കാത്തു പരിപാലിച്ചു കൊണ്ട് നടക്കുന്നത് ഈ അമ്മയാണ്. കീരുമ്പാറയുടെ മാതാവായ ഞങ്ങളുടെ അമ്മ എന്നും ഞങ്ങൾക്ക് എപ്പോഴും എന്നും ഏത് സമയവും ഞങ്ങൾക്ക് കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയാണ് ഞങ്ങളുടെ വിളയക്കാട്ട് ഭഗവതി അമ്മ. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും കണ്ണീരോടെ പോയിട്ടില്ല. ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ഇവിടെ നിന്ന് മടങ്ങി പോയിട്ടുള്ളൂ. ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇവിടെ വന്ന് പറഞ്ഞാൽ അമ്മ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളൂ. ഇന്നേ വരെ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്ന ഒരമ്മയാണ് ഞങ്ങളുടെ അമ്മ. ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിതാവസാനം മരണം വരെയും ഇവിടെ വന്ന് വഴിപാടുകളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് എനിക്ക്. ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ എനിക്ക് ചൊരിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നിവിടെ വന്ന് ഞാനിവിടെ നമ്മുടെ ആയില്യത്തിന് വന്ന് പൂജ കഴിക്കുകയും എല്ലാം 1-ാം തീയതി വന്ന് ആയില്യ പൂജയ്ക്കുള്ള പൈസ കൊടുക്കുകയും അതുപോലെ തന്നെ ഓരോ വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കീരുമ്പാറയുടെ തിലകമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആരും കണ്ണീരോടെ പോയിട്ടില്ല. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി പോവുകയും ഇവിടുന്ന് വിറ്റുപെറുക്കി പോകുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി പോവുകയും ചെയ്യുന്ന ഒരു അമ്മയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഈ അമ്മ
നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. नमो नमः ॐ विष्णुप्रियाय नमो नमः ॐ धनप्रदाय नमो नमः ॐ विश्वजनन्यै नमो नमः ॐ महालक्ष्मी नमो नमः ॐ विष्णुप्रियाय नमो नमः നമസ്കാരം. ഞാൻ മലയത്താറ്റ് ചന്ദ്രശേഖരൻ്റെ അടിച്ചപ്രകാരം വന്ന ഈ ക്ഷേത്രത്തിലെ താന്ത്രിക സമ്പ്രദായം ചെയ്യുന്ന തിരുമേനിയാണ്. എൻ്റെ പേര് തങ്കച്ചൻ സന്തുകൾ എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിലെത്തുക ഇവിടുത്തെ താന്ത്രിക വിധി പ്രകാരം അദ്ദേഹത്തിൽ നിന്ന് അനുജ്ഞ വാങ്ങിച്ചുകൊണ്ട് ക്ഷേത്രകാര്യങ്ങൾ നടത്തുകയും ഭഗവതി പ്രധാന ദേവതയായിരിക്കുന്ന ഭഗവതിക്ക് ഉദിഷ്ട കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് രക്തപുഷ്പാഞ്ജലി, ഗുരുത പുഷ്പാഞ്ജലി, ഉദിഷ്ടകാര്യ ആയുഷ് പുഷ്പാഞ്ജലി, മറ്റ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ദുരിതങ്ങൾ തീർക്കാനായിട്ടുള്ള ഭക്തരുടെ രീതി അനുസരിച്ച് ജ്യോതിഷ പ്രമാണത്തിലുള്ളവരുടെ ശാസ്ത്രം പ്രകാരമുള്ള പൂജകളും മറ്റു കാര്യങ്ങളും ഇവിടെ നടത്തിവരുന്നു. ആയില്യം നാളില് പ്രത്യേകിച്ച് കാവില് വിസ്തരിച്ച് ആയില്യ പൂജകളും നടത്തിവരുന്നു. രാഹുകേതുക്കൾക്കുള്ള ദുരിതമുള്ളവരുടെ ആയിരക്കണക്കിന് ആളുകൾ ചേരുകയും അവരുടെ ഉദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും അങ്ങനെ ക്ഷേത്രം നല്ല പുരോഗതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം.